ഈ ക്ലാസ്മേറ്റ് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ റീയൂണിയനുകളുടെ ഒരു മേളമായിരുന്നു പിന്നെ അങ്ങോട്ട്. കാരണം എപ്പോഴും ഒരുപാട് സ്കൂളുകളിൽ എല്ലാവരും ഒത്തുകൂടുന്നു, ആ ഒരു റീയൂണിയൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ്. സൗഹൃദങ്ങളെല്ലാം പുതുക്കാനുള്ള പൊടി തട്ടിയെടുക്കുകയാണ്, പല ഓർമ്മകളും തിരിച്ചു പോവുകയാണ്, ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അല്ലേ, അങ്ങനെ ഒരു റീയൂണിയൻ കഥയിലേക്കാണ് പോകുന്നത്. കോട്ടയത്താണ് നടന്നത്. പഠിച്ച സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഒരു രസകരമായ കാഴ്ചയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. ഏറ്റുമാനൂർ ടൗൺ UP സ്കൂളിൽ പഠിച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. കയ്യിൽ പൊതിച്ചോറുമൊക്കെയായി വന്ന് പഠിച്ച ക്ലാസ്സിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാണ് അവർ മടങ്ങിയത്. പഴയ ഇതിലേക്ക് പോയപ്പോഴത്തേക്ക് കണ്ണൊക്കെ നിറയുക, ആ ഒരു സന്തോഷം കൊണ്ട്. അതേ ക്ലാസ്സിലെ കാര്യങ്ങൾ കൂടുതലും പറയുന്നത്, സാറുമാരുടെ അടിയും നുള്ളും ക്ലാസ്സിന് വെളിയിൽ നിർത്തൽ, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. കാരണം അതൊക്കെ ഇന്ന് നമ്മൾ മധുരമായിട്ട് ഓർക്കുക ചെയ്യുന്നത്. 40 വർഷത്തിന് ശേഷം അവർ വീണ്ടും ആ 7ാം ക്ലാസ്സിലേക്ക് എത്തി, കയ്യിലൊരു പൊതിച്ചോറുമായി. സ്കൂൾ പഠനകാലത്തെ പൊതിച്ചോറിന്റെ സ്വാദ് അതേ സ്കൂളിലിരുന്ന് ആസ്വദിക്കാൻ. ഏറ്റുമാനൂർ ടൗൺ UP സ്കൂളിലെ മുൻ വിദ്യാർത്ഥികളാണ് 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ചത്. എല്ലാവരും പല സ്ഥലത്താണെങ്കിലും എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റി, ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റി. എല്ലാം പണ്ടത്തെ നമ്മുടെ ചെറുപ്പത്തിൽ ഷെയർ ചെയ്യുന്ന പോലെ പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. അന്നത്തെ പോലെയുള്ള കറികളല്ല, ഇന്നെല്ലാം മോഡേണായിട്ടുള്ള കറികൾ, ഒത്തിരി സാധനങ്ങളുണ്ട്. അന്ന് അത്യാവശ്യം ചമ്മന്തിയോ എന്തെങ്കിലും ഉള്ള മാറികൾ മാത്രമേ ഉള്ളായിരുന്നു. സൂപ്പർ. പക്ഷേ പഴയ അത്ര ഒത്തിട്ടില്ല. എന്നുവെച്ചാൽ പണ്ട് അമ്മയല്ലേ തന്നിരുന്നത്, അതിനൊരു രുചി കൂടുതലായിരുന്നു. അന്നൊന്നും ഇതുപോലല്ലായിരുന്നല്ലോ. അന്ന് അപ്പുറത്തിരിക്കുന്ന ലേഡീസ് ബാച്ചിനോടൊന്നും മിണ്ടത്തുമില്ല, നോക്കാൻ പോലും പറ്റത്തില്ല. ജീവിതത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലങ്ങളൊന്നും തിരിച്ചു കിടത്തില്ലല്ലോ. അത് ഓർക്കുമ്പോഴത്തേക്ക് പഴയ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം സംഗമത്തിന്റെ ഭാഗമായി. വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇങ്ങനെയൊരു ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. വളർന്നു പ്രായമായി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മനസ്സിൽ ഇപ്പോഴും ഞങ്ങൾ 7ാം ക്ലാസ്സിലെ ആ കുട്ടികളാണ്. വളരെ സന്തോഷം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇതിപ്പം. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ പഴയകാല ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുക. അന്ന് നമ്മളുടെ അമ്മമാരായിരുന്നു നമുക്കിതെല്ലാം പ്രിപ്പയർ ചെയ്ത് പൊതി കെട്ടിത്തരുന്നത്. ഇന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ പൊതി കെട്ടി, ആ ഒരു എന്താ പറയുന്നത് അന്ന്. പക്ഷെ അതിപ്പോഴും ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. റിപ്പോർട്ടർ കോട്ടയം.